മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ശ്രീലങ്കൻ യുവതിയുടെ നിലവിളി ഉയരുകയാണ്. ശ്രീലങ്കൻ യുവതി എന്ന് പറയുമ്പോൾ അവർ തൻ്റെ കാമുകനെ തേടി, തൻ്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുടെ അച്ഛനെ തേടിയാണ് മലപ്പുറത്ത് എത്തിയത്. ആ സംഭവകഥ ഇങ്ങനെയാണ്. ഈ യുവതി UAE ഒരു ബിസിനസ് ഹെഡാണ്, ബിസിനസ് നടത്തുന്ന ഒരു ലേഡിയാണ്. ഈ യുവതിയെ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് സ്വദേശിയായ മുഹമ്മദ് ഹനീഫ എന്ന 27-കാരൻ ജോലിക്കിടെ പരിചയപ്പെടുന്നു. പരിചയം ക്രമേണ പ്രണയമായി വളരുന്നു. പിന്നെ ഈ മുഹമ്മദ് ഹനീഫ ഈ സ്ത്രീക്ക്, ഈ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഒരുമിച്ച് താമസിക്കുന്നതിനിടെ പലതവണ ഈ യുവതി പീഡിപ്പിക്കപ്പെടുന്നു. എന്താണ്, വിവാഹ വാഗ്ദാനം നൽകിയ ശേഷമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഈ യുവതി പിന്നീട് ഗർഭിണിയാവുകയും ചെയ്തു. യുവതി ഗർഭിണിയായതോടുകൂടി മുഹമ്മദ് ഹനീഫ UAE നിന്നും മലപ്പുറത്തേക്ക് മുങ്ങിയ മുഹമ്മദ് ഹനീഫയെക്കുറിച്ച് ഈ യുവതിക്ക് യാതൊരു വിവരവുമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, വാട്സപ്പിൽ ചാറ്റില്ല, വാട്സപ്പിൽ ലൈവില്ല, വീഡിയോ കോളില്ല, യാതൊന്നുമില്ല. യുവതി നേരെ അവിടെ നിന്ന് വിമാനം കയറി കരിപ്പൂരിറങ്ങി മലപ്പുറത്തെത്തി, പെരിന്തൽമണ്ണയിലെത്തി. ഈ മുഹമ്മദ് ഹനീഫയുടെ വീട് തപ്പിപ്പിടിച്ച് അവിടെ പോയി. എന്നിട്ട് മുഹമ്മദ് ഹനീഫ തൻ്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുടെ അച്ഛനാണെന്നും മുഹമ്മദ് ഹനീഫ എനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും രക്ഷിതാക്കളെ അറിയിച്ചു. രക്ഷിതാക്കൾ കൈമലർത്തി. മുഹമ്മദ് ഹനീഫ ഇവിടെ ഇല്ല. തുടർന്ന് യുവതി എന്ത് ചെയ്തു? നേരെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു. പരാതിയിൽ എല്ലാ കാര്യങ്ങളും വിശദമാക്കിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് മുഹമ്മദ് ഹനീഫയെ അന്വേഷിച്ചു. അവസാനം പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നിട്ട് ഈ യുവതിക്കൊപ്പം ഇരുത്തി സംസാരിപ്പിച്ചു. അപ്പോൾ മുഹമ്മദ് ഹനീഫ പറഞ്ഞു, ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാം, എനിക്ക് യാതൊരു തടസ്സങ്ങളുമില്ല, ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിന്നതാണെന്നൊക്കെ പോലീസിൻ്റെ അടുത്ത് കരഞ്ഞ് കയ്യും കാലും പിടിച്ച് അവിടെ നിന്ന് തടിയൂരി. എന്നിട്ട് പോലീസ് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ രജിസ്ട്രാർ ഓഫീസിൽ ഇരുവരെയും എത്തിച്ചു. അപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു, ഈ പെൺകുട്ടി സിംഗിൾ സ്റ്റാറ്റസ്, അതായത് വിവാഹിതയല്ല, ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വിവാഹം അലൗ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഈ പെൺകുട്ടി അന്യ രാജ്യത്ത് നിന്നുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എന്ന് രജിസ്ട്രാർ പോലീസുകാരെ അറിയിച്ചു. തുടർന്ന് യുവതി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി സ്വന്തം നാടായ ശ്രീലങ്കയിലേക്ക് പറന്നു. ഈ തക്കം നോക്കി മുഹമ്മദ് ഹനീഫ എന്ത് ചെയ്തു? ഇവിടെ ഏതോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള തത്രപ്പാടിലായി. ഇവിടെ ഒരു പെൺകുട്ടിയുമായി വിവാഹം ചെയ്യാനുള്ള നീക്കങ്ങൾ മുഹമ്മദ് ഹനീഫ ആരംഭിച്ചു. അവിടെ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന് തിരികെ ആ യുവതി, ഗർഭസ്ഥയായ യുവതി സിംഗിൾ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റുമായി കേരളത്തിലെത്തി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ആ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു. വീണ്ടും പോലീസ് ഹനീഫയെ അന്വേഷിക്കുമ്പോൾ ഹനീഫയെ കാണാനില്ല. ഹനീഫ വീണ്ടും എവിടെയോ മുങ്ങി എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഉടനെ യുവതി എന്ത് ചെയ്തു? യുവതിക്ക് പോലീസ് കൃത്യമായ നിയമ ഉപദേശം നൽകുകയും ചെയ്തു. യുവതി നേരെ ഹൈക്കോടതിയിലെത്തി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവിട്ടു, എത്രയും വേഗം ആ പ്രതിയെ പിടിച്ച് കോടതിയിലെത്തിക്കണം. അങ്ങനെ പോലീസ് ഉണർന്ന് വീണ്ടും ഒന്ന് ഉഷാറായി പ്രവർത്തിച്ചു. മുഹമ്മദ് ഹനീഫയെ പിടികൂടി കോടതിയിലെത്തിച്ചു. കോടതിയിൽ വന്നപ്പോൾ അവനിതാ കാര്യങ്ങളാകെ മാറ്റിമറിക്കുന്നു. എനിക്ക് ഈ യുവതിയെ അറിയില്ല, അമ്നേഷ്യ ബാധിച്ചതുപോലെയായിരുന്നു. പിന്നെ മുഹമ്മദ് ഹനീഫയുടെ പ്രതികരണങ്ങൾ, ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഞാനല്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ യുവതിയാകെ തകർന്നു. യുവതി പോലീസിൽ വീണ്ടും പരാതി കൊടുത്തു. പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. വഞ്ചന, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങളാണ് മുഹമ്മദ് ഹനീഫയ്ക്കെതിരെ പോലീസ് ചുമത്തിയത്. അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടമെത്തിയപ്പോഴേക്കും ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിയുമായി മുഹമ്മദ് ഹനീഫ ഓടി. പെരിന്തൽമണ്ണ പോലീസ് തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്നായിരുന്നു ഹർജി. പക്ഷേ കോടതി ആ ഹർജി മുഖവിലക്കെടുത്തില്ല, എടുത്ത ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. അങ്ങനെ പോലീസ് പീഡിപ്പിക്കുന്നുവെന്ന് പറയാനാകില്ലല്ലോ ഈ സംഭവത്തിൽ. അങ്ങനെ ചവറ്റുകൊട്ടയിലായി. മുഹമ്മദ് ഹനീഫ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലും അഴിക്കുള്ളിലുമാണ്. ആലോചിച്ച് നോക്കുക ആ യുവതിയുടെ ഒരു മാനസിക സംഘർഷം. ശ്രീലങ്കൻ യുവതിയാണ്, അവർ ഗർഭിണിയാണ്. ആ ഗർഭത്തിന് ഉത്തരവാദി പെരിന്തൽമണ്ണ അമ്മിനിക്കാട് സ്വദേശിയായ മുഹമ്മദ് ഹനീഫ എന്ന 27-കാരനാണ്. ഇതെല്ലാം വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ യുവതിയെ എനിക്കറിയില്ല, ഇവരുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് പീഡന പരാതിയും അതുപോലെ വഞ്ചനാ കുറ്റവും ചുമത്തിയത്. ധാരാളം പണം, ധാരാളം ദിർഹം ഈ മുഹമ്മദ് ഹനീഫ ഈ ബിസിനസ് വിമണിൽ നിന്ന്, ഈ ബിസിനസ്സുകാരിയായ യുവതിയിൽ നിന്ന് കൈക്കലാക്കിയിട്ടുണ്ടെന്ന പരാതിയും പുറത്തു വരുന്നുണ്ട്.